ഒരു ഐവിഎഫിന്റെ സക്സസ് റേറ്റ് പറഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ് ബേസ്ഡ് ആണ് നമ്മളൊരു സക്സസ് റേറ്റ് പറയുന്നത്. മെയിൻ ഇമ്പോർട്ടൻ്റ്ലി ഏജ് ആണ്. പിന്നെ എഗിൻ്റെ ക്വാളിറ്റി, സ്പെർമിൻ്റെ ക്വാളിറ്റി, ബാക്കി എല്ലാ ഫാക്ടേഴ്സ് ബേസ്ഡ്. ഒരു ജനറൽ നമ്മൾ ഐവിഎഫിൻ്റെ സക്സസ് റേറ്റ് ഒരു 50-60%. പക്ഷെ അത് ഏജ് കൂടുന്തോറും ഇതിൻ്റെ സക്സസ് റേറ്റ് കുറഞ്ഞേ വരുള്ളൂ. ഒരു 35 തൊട്ട് 40 വയസ്സിൽ നമ്മുടെ എഗിൻ്റെ ക്വാളിറ്റി മോശമായി ആണ് കാണുന്നത്. സോ അവരുടെ ഒരു സക്സസ് റേറ്റ് ഒരു 40 തൊട്ട് 50%. അതേപോലെ 40 വയസ്സ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എഗിൻ്റെ നമ്പറും ക്വാളിറ്റിയും ഇസ് എ ഫാക്ടർ. അതുകൊണ്ട് അവരുടെ സക്സസ് റേറ്റ് ഒരു 30%. അങ്ങനെ ദിസ് സക്സസ് റേറ്റ് ഇസ് ബേസ്ഡ് മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഏജ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓരോ കപ്പിളുടെ ഫെർട്ടിലിറ്റി ജേർണി ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവരുടെ ഒരു പേഴ്സണൽ സക്സസ് റേറ്റ് ഒരു പ്രോപ്പർ ഫെർട്ടിലിറ്റി വാല്യുവേഷൻ കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഈ ഒരു സക്സസ് റേറ്റ് പറയാൻ പറ്റുള്ളൂ.